ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നതിനായി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളിപ്പോഴുള്ളത് തിരൂർ മൂർലൈക്ക് എന്ന ഒരു പാർക്കിലാണ്. ഇവിടെ ഇപ്പോൾ സലാം സലീം എന്ന ആൽബത്തിൻ്റെ ഷൂട്ടിംഗ് ലൊക്കേഷനിലാണ് ഞങ്ങളുള്ളത്. ഇതിൻ്റെ നിർമ്മാണം ബഹുമാനപ്പെട്ട ഓറഞ്ച് മീഡിയ MD ഷാജിക്കയാണ്. ഇതിൻ്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത് ഒരുപാട് നല്ല ആൽബങ്ങൾ നമുക്ക് സമ്മാനിച്ച സിറാജ് ഫാൻറ്റസിയാണ്. ഇതിൻ്റെ ക്യാമറ നിർവഹിച്ചിരിക്കുന്നത് ഇന്ന് യുവതലമുറയുടെ ഒരുപാട് നല്ല ദൃശ്യാവിഷ്കാരങ്ങൾ നമുക്ക് വേണ്ടി പകർത്തിയ അനീഷ് തിരൂരാണ്. ഇതിൻ്റെ മേക്കപ്പ് നിർവഹിച്ചിരിക്കുന്നത് എന്നെയും അതുപോലെ തന്നെയുള്ള മുഖ്യ കലാകാരന്മാരെയും ക്യാമറയ്ക്ക് മുന്നിൽ നല്ല ഗ്ലാമറോടെ തന്നെ നമുക്ക് പരിചയപ്പെടുത്തുന്ന നവാസ് തിരൂരാണ്. ഇതിലെ നായികയായി അഭിനയിക്കുന്നത് ആതിര കാലിക്കറ്റാണ്. തീർച്ചയായും ഇതിലെ ഗാനങ്ങളും ഇതിൻ്റെ വീഡിയോകളും നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കുള്ള നല്ലൊരു സൽക്കാരം തന്നെയാണ് സലാം സലീം എന്ന ആൽബത്തിലൂടെ തീർച്ചയായും ഇതുവരെ തന്ന പ്രോത്സാഹനങ്ങൾ തുടർന്നും പ്രതീക്ഷിക്കുന്നു. ഇതിലെ ഗാനങ്ങൾ നിങ്ങൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയോടുകൂടി തന്നെ സലാം സലീം ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇതിൻ്റെ കുറിച്ച് കൂടുതൽ പറയാൻ ഇതിൻ്റെ ഡയറക്ടറായ സിറാജ് ഫാൻറ്റസി. കൂടുതലായിട്ടൊന്നും പറയാനില്ല. നമ്മുടെ സലാം സലീമിൽ 8ഓളം സോങ്ങുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 8 സോങ്ങിലും സലീം കോടത്തൂരാണ് നായകനായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ദുബായിലാണ് ഇതിലെ കൂടുതൽ പാട്ടുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. ഈ മൂർലൈക്ക് പാർക്കിൽ അതിൻ്റെ പാച്ച് വർക്കുമായി ബന്ധപ്പെട്ടിട്ടാണ് ഞങ്ങൾ എന്തായാലും നല്ലൊരു വിഭവം തന്നെയാണ് സലാം സലീമിൽ കൂടെ ഓറഞ്ച് മീഡിയ നിങ്ങൾക്ക് മുന്നിൽ കാഴ്ചവെക്കുന്നത്. എല്ലാ വർക്കുകളും പ്രോത്സാഹനം തന്ന പോലെ തന്നെ ഈ വർക്കിനും പ്രോത്സാഹനം തരിക. തുടർന്ന് ഒരുപാട് വർക്കുകൾ നിങ്ങൾക്ക് മുന്നിലെത്താൻ പോകുന്നുണ്ട്. അതിനൊക്കെ നിങ്ങൾ പ്രോത്സാഹനം തരിക. ഓറഞ്ച് മീഡിയയുടെ ഒഫീഷ്യൽ ചാനലായ ഓറഞ്ച് മീഡിയ ഹബിലും അതേപോലെ ഓറഞ്ച് മീഡിയ ടീം ഇതിലൊക്കെയാണ് നമ്മുടെ ഈ വിഭവങ്ങൾ യൂട്യൂബിൽ വരുന്നത്. അതുപോലെ CD ഷോപ്പുകളിലുണ്ടാവും. സലീം കോടത്തൂരിൻ്റെ ഒഫീഷ്യൽ ചാനലായ സലീം കോടത്തൂർ ലൈവ് എന്ന ചാനലിലും നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ ഉണ്ടാവും. എല്ലാവരും കാണുക, ആ ചാനലുകളൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ഞങ്ങൾക്ക് നല്ല പ്രോത്സാഹനം തരിക. നിങ്ങളുടെ പ്രോത്സാഹനമാണ് വീണ്ടും ഞങ്ങൾക്ക് ഇതേപോലുള്ള നല്ല വർക്കുകൾ ചെയ്യാനുള്ള പ്രചോദനം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്താണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്? നഷ്ടപ്പെട്ട പ്രണയത്തിൻ്റെ പ്രാണവേദന വരികളായി കോർത്തെടുക്കാൻ ഒരു എളിയ ശ്രമം. നഷ്ടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഇപ്പം തോന്നുക വേണ്ടായിരുന്നു. ഒന്നുമില്ലെങ്കിലും അവളെൻ്റെ അടുത്ത വീട്ടിലെ പെണ്ണായിരുന്നില്ലേ. പോട്ടടാ, എല്ലാം ദൈവനിശ്ചയം, അവൻ നൽകുന്ന വിധി. എന്തായാലും നീ ആ വരിയൊന്ന് മൂള്. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. അവളേകിയ പ്രണയം എന്നിൽ തന്നതു കണ്ണീര്, അതു വീണു നനഞ്ഞൊരു പാടം നിറയെ തെളിനീര്. എന്തിനു സഖിയേ ഇതുപോലൊരു പ്രണയം നീ തന്നു, കരയാൻ മാത്രം ഒരു വിധിയേകി അകലെ മറഞ്ഞു. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. അഴകുള്ളൊരു പെണ്ണെ, പൊന്നാമ്പൽ പൂവേ, അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ. പണ്ടത്തെ കാലം ഇന്നു കഥയാ പെണ്ണേ, സ്നേഹിച്ചൊരു മനസ്സിൽ ഇന്നു കനലാ പൊന്നേ. അഴകുള്ളൊരു പെണ്ണെ, പൊന്നാമ്പൽ പൂവേ, അറിയാതെ നിന്നെ ഞാൻ സ്നേഹിച്ചില്ലേ. എന്തിനു വെറുതെ ഇതുപോലൊരു പ്രണയം നീ തന്നു, കരയാൻ മാത്രം കൽബും തന്നു അകലെ മറഞ്ഞു. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത്
മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. കളിച്ചിരിയും വാക്കും ഇന്നു കനവായി മാഞ്ഞേ, മണവാട്ടി പെണ്ണായി മറുതീരം തിരഞ്ഞേ. കടലോളം കണ്ട കനവെല്ലാം തകർന്നേ, മിഴിയോരം പെണ്ണെ കണ്ണീരും പടർന്നേ. കളിച്ചിരിയും വാക്കും ഇന്നു കനവായി മാഞ്ഞേ, മണവാട്ടി പെണ്ണായി മറുതീരം തിരഞ്ഞേ. കടലോളം കണ്ട കനവെല്ലാം തകർന്നേ, മിഴിയോരം പെണ്ണെ കണ്ണീരും പടർന്നേ. എന്തിനു വെറുതെ ഇതുപോലൊരു പ്രണയം നീ തന്നു, കരയാൻ മാത്രം കൽബും തന്നു അകലെ മറഞ്ഞു. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. അവളേകിയ പ്രണയം എന്നിൽ തന്നതു കണ്ണീര്, അതു വീണു നനഞ്ഞൊരു പാടം നിറയെ തെളിനീര്. എന്തിനു സഖിയേ ഇതുപോലൊരു പ്രണയം നീ തന്നു, കരയാൻ മാത്രം ഒരു വിധിയേകി അകലെ മറഞ്ഞു. അയലത്തെ വീട്ടിലെ പെണ്ണിനെ സ്നേഹിച്ചതു തെറ്റ്, അവളെന്നെ മോഹിപ്പിച്ചത് ഇന്നും ഒരു നേര്. നീ എവിടേക്കടാ? കഴിയണില്ലടാ. മറക്കാൻ ശ്രമിക്കും തോറും ഓർമ്മകൾ ഏറി വരിക. സകല മുക്കിലും മൂലയിലും അവളുടെ സാന്നിധ്യം. അതുകൊണ്ട് പോവുക, ചെറിയൊരു മാറ്റം. ഉപ്പയെ നീ പറഞ്ഞു മനസ്സിലാക്കണം.